ഭർത്താവ് മരിക്കുന്നു, മകനാണ് ഉത്തരവാദി എന്ന് അറിയുന്നു. ആ അമ്മയ്ക്ക് ആ സമയത്ത് ആരോടെ ദേഷ്യം തോന്നിയെന്തായിരുന്നു? മകനോട് ദേഷ്യം തോന്നിയായിരുന്നോ? ദേഷ്യം എനിക്ക് അപ്പോഴും ദേഷ്യം തന്നെ കിട്ടണമെന്നാണ് എന്റെ യാത്രയും പറഞ്ഞത്. ഭർത്താവിന് കിട്ടണം എന്ന് വെച്ചാൽ എന്നെ തമ്മിൽ ഇത്രയും എന്നെ ചെയ്ത് വിട്ട് നമ്മൾ ആ ഒരു വെട്ടുകൊണ്ട് സ്ഥിതിക്ക് എന്ത് ചെയ്ത്? ഞാൻ വെട്ട എനിക്ക് പിച്ചാത്തിന് അടിച്ചാടി അച്ഛന്റെ ഇവിടെ കൊണ്ടെന്ന് തോന്നുന്നു. എനിക്കത് അറിയതില്ല. ഇടി ശരിക്കും കിട്ടിയ സാധനം മലയും കീഴ് വെച്ച് ഇഷ്ടം പോലെ എന്റെ മോനെ പോലീസ് അത് ഇവിടുന്ന് കൊണ്ടുപോയി പോലീസ് ഇടിച്ചില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന പോലീസുമാര് എന്റെ മോനെ ഇഷ്ടം പോലെ കൊടുത്തു സാറേ. ഭർത്താവ് ഒരു സൈഡില്, മകൻ ഒരു സൈഡില്. പെട്ടുപോയത് അമ്മയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ഓർക്കുന്നുണ്ടോ? അമ്മ എവിടെയായിരുന്നു ആ സമയത്ത്? ഞാൻ വാടക വീട്ടിലായിരുന്നു. എപ്പോഴാ സംഭവം? എപ്പോഴായിരുന്നേ സംഭവം? ഒരു ഈ സമയത്തൊക്കെ ആയിരുന്നു തോന്നണേ, എനിക്ക് അറിഞ്ഞൂടെ സാറേ. ഞാൻ വീട്ടിൽ ജോലിക്കാൻ അപ്പോഴും പോയിക്കൊണ്ടിരുന്ന എന്നെ എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് ആക്രമിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു. അടിച്ച് അമ്മ ഭർത്താവ് ശല്യമായിരുന്നു. എന്നെ അടിച്ച് പറഞ്ഞു. ഇവിടുന്ന് എന്റെ ഇവിടെ രണ്ടാമത്തെ മോനാണ്, അവന്റെ കൂടെയാണ് ഞാനും അവനാണ് ആ റൂമിൽ. അപ്പൊ ഈ വീടില്ലായിരുന്നു. ഇവര് തമ്മിൽ എങ്ങനെ, അച്ഛനും മോനും തമ്മിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് മൂന്നുപേരും കൂട്ടുകുടുംബങ്ങളാണ്. ഇവര് വേറെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഒരുമിച്ചിരുന്ന് കുടിക്കും, ഒരുമിച്ചിരുന്ന് ചിരിക്കും, ഒരുമിച്ചിരുന്ന് സന്തോഷിക്കും, ഒരുമിച്ചിരുന്ന് അങ്ങ് പോവും. പക്ഷെ അങ്ങനെയാണ് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു ഇതില് പോണ ഒരു വ്യക്തി അല്ലേ. തമാശയില് കളിയടിക്കും, അവര് വഴക്കൂടും. അപ്പൊ ഞാനും കൂടെ ഇവിടെ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എനക്ക് എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി. നീ ഇവിടെ നിന്ന് പോ, നീ നിന്റെ മോന്റെ കൂടെ പോകാന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ ഈ മോനും കൂടെ ഇവിടെ നിന്ന് വാടാക്കി പോയി. വട വീട്ടിൽ പോയി ഞാനും എന്റെ അമ്മയും കൂടെ കഴിഞ്ഞോണ്ട് നിനക്ക് എങ്ങനെ അറിയുന്നത്? ഇപ്പൊ വന്നപ്പോ കാണുന്ന കാഴ്ച എന്തുവാ? ഞാൻ ഇല്ലായിരുന്നു, ഞാൻ കണ്ടില്ല സാറേ. ഞാൻ വീട്ടു ജോലിക്ക് പോയനൊക്കെ അതേപോലെ ഇല്ല. ഞാൻ വീട്ടു ജോലിക്ക് പോയനൊക്കെ ഒരു 7 മണിയാനൊക്കെ ഞാൻ വീട്ടു ജോലി പോയിട്ട് വന്നൊക്കെ എന്റെ അമ്മയാണിത്. മക്കൾ കരയില്ലെങ്കിൽ ഒരു കാര്യം പറയാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്താണമ്മ നീ കരയില്ല? ഞാൻ പറഞ്ഞു, ഞാൻ കരയില്ല, എന്തായിരുന്നു പറ. ഞാൻ രാശ്യപ്പെട്ട് ഇപ്പോഴും പറഞ്ഞു, അത് കൊച്ചിറക്കൈ അല്ല, അവനല്ല, കൊച്ചിറക്കൈ മരുമോനെ അടിച്ച്. എന്റെ ഇളയ മോനാണ് അങ്ങനെ പക്ഷെ അന്ന് അവര് ഇടത്തോ പോയിട്ട് വന്ന സമയമായിരുന്നു. അവൻ ഇല്ലായിരുന്നു, തിരിച്ച് മറിച്ച് യവനായിരുന്നു എന്റെ മോനെ, യവനാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് അപ്പൊ എൻ്റെ പറഞ്ഞു, എന്റെ ഈ വീട്ടിലെ നിക്കണ ആളിന്റെ മരുമോൻ്റെ പറഞ്ഞു 7-8 മണിയായി, എന്നെ ഇത്തിരി അങ്ങ് കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ പമ്പിച്ച വഴക്കിൽ ഇവിടുന്ന് മാറി. ഞാൻ ചത്ത ഇങ്ങേരും വരല്ല, ഇങ്ങനെ ചത്ത ഞാനും വരില്ലെന്നാണ് ഇവിടുന്ന് ഇറങ്ങി. ഞാൻ ഒരു സ്വഭാവമുള്ള അല്ല സാറേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോയെന്നൊക്കെ എനിക്കൊരു വ്യാന തട്ടി. ഭർത്താവ് മരിക്കുന്നു, മകനാണ് ഉത്തരവാദി എന്ന് അറിയുന്നു. ആ അമ്മയ്ക്ക് ആ സമയത്ത് ആരോടെ ദേഷ്യം തോന്നിയെന്തായിരുന്നു? മകനോട് ദേഷ്യം തോന്നിയായിരുന്നോ? ദേഷ്യം എനിക്ക് അപ്പോഴും ദേഷ്യം തന്നെ കിട്ടണമെന്നാണ് എന്റെ യാത്രയും പറഞ്ഞത്. ഭർത്താവിന് കിട്ടണം എന്ന് വെച്ചാൽ എന്നെ തമ്മിൽ ഇത്രയും എന്നെ ചെയ്ത് വിട്ട്. എനിക്ക് 3 ആൺമക്കളാണ്, പെൺമക്കളില്ല. അപ്പൊ ആ രീതിയിൽ എനിക്ക് ഇത്രയും അയാൾക്ക് കിട്ടണം. പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല ഒരിക്കലും. ഒരിക്കലും നിങ്ങൾ കൂട്ടുകാരെ പോലെയാണ് സഹകരിച്ചേക്കുന്നത്. പെട്ടെന്ന് കൈവത്തം പറ്റിപ്പോയി അല്ലേ? കയ്യവത്ത് എന്നെ വെട്ടി ഞാൻ കമ്പെടുത്ത് ഇത് പിച്ചാത്തിലടിച്ചടിയാണ്. പിച്ചാത്തിലടിച്ചടി മൂക്കിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു. അപ്പോഴേ അച്ഛൻ ഇവിടെ ഈ സ്ലാബാണ്, ഈ സ്ലാബിൽ പായലുണ്ടായിരുന്നു. പായൽ വന്ന് അച്ഛൻ ഇത് നല്ല വെള്ളമായിരുന്നു. വന്ന സ്റ്റെപ്പിൽ തന്നെ കാല് ചറക്കി ഇത് എന്നെ വെട്ടി പറഞ്ഞ ഞാൻ പറഞ്ഞു, ഇത് അച്ഛൻ അച്ഛൻ വെട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഞാൻ അപ്പൊ പണി കഴിഞ്ഞ് വന്നേല് പണി കഴിഞ്ഞ് വന്ന് 2 കഴിച്ച് ഞാനത് ഇവിടെ നിന്ന് ഇതേപോലെ അശ കെട്ടിട്ടുണ്ടായിരുന്നു. അശയിൽ നിന്ന് ഞാൻ വേലയ്ക്ക് കൊണ്ട് തുണി എടുത്ത് ഉണക്കി. അപ്പൊ അങ്ങനെയാന്നൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അച്ഛൻ അങ്ങനെ ചെയ്ത്? എനിക്കും ഇത് നല്ല ഇത് പ്രതീക്ഷ ഇല്ലായിരുന്നു അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ അച്ഛൻ നിങ്ങൾ വെട്ടാൻ പറഞ്ഞു, നിങ്ങൾ വെട്ടാൻ പറഞ്ഞു. വേറൊന്നുമല്ല, പല വെട്ടി ഇതേപോലത്തെ പിച്ചാത്തി തന്നെ. അതേപോലെ അച്ഛൻ ഇത് കാണിച്ചു ഒരു വെട്ടും കൂടെ വെട്ടി. ഞാൻ വെട്ട എനിക്ക് ഈ പിച്ചാത്തിന് അടിച്ചാടി അച്ഛന്റെ ഇവിടെ കൊണ്ടെന്ന് തോന്നുന്നു. എനിക്കത് അറിയതില്ല. എന്നാലും പായലുണ്ടായിരുന്നു ഇതിൽ. അപ്പൊ അച്ഛൻ അങ്ങ് വീണു. അപ്പൊ വീണെന്ന് പറഞ്ഞ ഞാൻ ആശുപത്രി പോവുകയും ചെയ്തു.
എന്നെ പാർവതി ആശുപത്രി. അപ്പൊ പോയിട്ടെന്ന് അച്ഛനെ കൊണ്ട് ആശുപത്രി. ഞാൻ അച്ഛനെന്തിരി ചോദിക്കുന്നത്, അച്ഛനെന്തിരി? അച്ഛന് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ ആശുപത്രി കൊണ്ട് എന്നെ കൊണ്ട് പാർവതി ആശുപത്രിയാണ്, ഇവിടുത്തെ പാർവതി ആശുപത്രി കൊണ്ടുപോയി. അത് വന്നത് പൈസ കയ്യിലില്ല, വല്ല പൊരിക്കാൻ പണിയുള്ളൂ. അറിയുന്നില്ല സീരിയസ് ഞാൻ അറിയില്ല. ഇതെല്ലാം ആക്കു പറഞ്ഞുകൂടിയായിരുന്നു സീരിയസ് ആണോ എന്തിനാണോ എന്ന്. പിന്നെ പറഞ്ഞു കൈവത്തം പറ്റി അച്ഛൻ മരിക്കുന്നു അല്ലേ? കയ്യവത്തോന്ന് ഞാൻ കയ്യവത്തോന്ന് പറയാം. കയ്യവത്തോന്ന് പറയാനേ പറ്റില്ല. എന്നെ വെട്ടിയുണ്ട്, ഞാൻ പിച്ചാത്തിലടിച്ച. അത് ഞാൻ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിച്ചാത്തിലടിച്ച അടിയാണ് അത്. അവ തലയിലടിച്ചെന്ന്. അപ്പൊ തല അടിച്ചാണ് വീണിരിക്കുന്നത്, ഇവിടെ വീണത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനുശേഷം ഇപ്പം ഒരുപാട് സമൂഹം മുഴുവൻ ഇപ്പൊ അച്ഛനെ കൊന്ന ഒരു കൊലയാളി എന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത്. അല്ല, ഇപ്പൊ അങ്ങനെ ഇവിടെ ജയിലിൽ പോയ സമയത്ത് എന്നെ ജയിലിൽ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു എന്ത് കേസിന് ജയിലിൽ കൊണ്ടുപോയെന്ന് വെച്ചാൽ അതിങ്ങനെ ഇത് ആര് ക്യാസ് എടുത്തെന്ന് വെച്ചാൽ അപ്പൊ ക്യാസല്ല, പുറമെ ക്യാസ് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പുറമെ ക്യാസ് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇതേപോലെ അങ്ങ് എന്നെ വെട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതേപോലെ സംഭവിച്ചെന്ന് പറഞ്ഞു. സംഭവിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി. എനിക്ക് 2 അനിയന്മാരെ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ പോയതൊക്കെ എന്നെ കാണാൻ പറ്റില്ല, ഐസിയിലായിരുന്നു. അപ്പൊ എന്തായാലും കയ്യവത്തോലും ഇപ്പം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു അല്ലേ? അത് വിഷമം എപ്പോഴാണ് കാണുന്നത്, ഇപ്പോഴാണ് ഉണ്ട് എനിക്ക്. എന്നുവെച്ചാൽ നമ്മള് ഞാൻ അമ്മ അങ്ങനെയല്ല അച്ഛനെ കണ്ടത്, അച്ഛൻ നമ്മളെ കണ്ടതും അങ്ങനെയല്ലേ. രാജേഷിന് പുത്രത് മോളുണ്ട്, മകനുണ്ട്, എല്ലാം നോക്കണം അല്ലേ? എല്ലാം. അപ്പൊ ആരൊക്കെയുണ്ട്? മക്കളൊക്കെ എത്ര വയസ്സായി? എന്റെ മോളെ കല്യാണം കഴിഞ്ഞു. ഇതിപ്പോ 23 വയസ്സ് കഴിഞ്ഞു. ഇപ്പൊ 23 വയസ്സ് കഴിഞ്ഞു. എന്റെ മോന് 18 വയസ്സ് കഴിഞ്ഞു. അമ്മയെ നോക്കണം അല്ലേ? ഇനിയിപ്പോ എല്ലാത്തിനും രാജേഷ് മാത്രമേ ഉള്ളൂ ഇല്ലയോ? നോക്കണം എന്റെ മോൻ, എന്ന് നോക്കണം എന്റെ മോൻ തന്നെ സാർ. നീ ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ നിന്ന് പിറച്ചു പറഞ്ഞേ അങ്ങ് പേടിയല്ല സാറേ, അത് വെപ്രാളല്ല. ഇത് പണിക്ക് പോകുമ്പോ ചിലപ്പോ സംഭവിക്കണം, മസിലെ പിടിക്കണം. ഇടി ശരിക്കും കിട്ടിയ സാറേ, മലയും കീഴ് വെച്ച് ഇഷ്ടം പോലെ എന്റെ മോനെ പോലീസ്. അത് ഇവിടുന്ന് കൊണ്ടുപോയി പോലീസ് ഇടിച്ചില്ല. നൈറ്റ് ഡ്യൂട്ടിക്ക് വന്ന പോലീസുമാര് എന്റെ മോനെ ഇഷ്ടം പോലെ കൊടുത്തു സാറേ. നമ്മള് അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ ഒറ്റ വിളി വിളിച്ചോ, വേറെ ആരെയും വിളിച്ചില്ല, അച്ഛനെ മാത്രമേ വിളിച്ചോളൂ. അപ്പൊ അങ്ങനെ അത്രയും കൂട്ടായിരുന്നു നമ്മൾ. കൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴും ചെറിയ വലുത വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്തത് അച്ഛന് എനിക്കിപ്പോ വേല തിന്നാൻ വലിയ ഇതില്ല. മദ്യലഹരിയിലാണ്ട് ഇതൊന്നും ഓർക്കൊന്നുമില്ല അല്ലയോ? ഞാൻ വലിയ മദ്യമൊന്നും അല്ലായിരുന്നു. അച്ഛൻ നല്ല ഫിറ്റായിരുന്നു. അച്ഛൻ നല്ല ഫിറ്റായിരുന്നു. അച്ഛൻ വേറെ കഴിച്ചിട്ട് വന്ന ഇതായിരുന്നു. അച്ഛൻ ഉറക്കുമായിരുന്നു, വീട്ടിൽ ഉറക്കാം. അപ്പൊ നമ്മളെ സംസാരം കേട്ടോണ്ട് നമ്മള് പണി കഴിഞ്ഞ് വന്ന് തന്നെ അച്ഛനെ വിളിക്കും, അച്ഛനെ വിളിച്ച് കൊടുക്കും. ഇത് ഇങ്ങനെ സംഭവിച്ചതൊക്കെ നമ്മളെ ഞാനും അത് തോന്നൂല്ലോ. അതിപ്പോഴാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് പിന്നെ കോടതിയിൽ ഇപ്പൊ ആൾക്കാർക്ക് എല്ലാരും ഇപ്പൊ എങ്ങനെ കാണുന്നത് രാജേഷിനെ? ഒരു കൊലപാതക എന്ന രീതിയിലാണ് ഇപ്പൊ സ്നേഹം ഉണ്ട് ആൾക്കാർക്കെല്ലാം? ഇല്ല, എല്ലാരും നല്ല ഫ്രണ്ടായിട്ടാണ്. തുടക്ക സമയത്ത് എല്ലാവർക്കും പേടിയായിരുന്നു രാജേഷിനെ അച്ഛനെ എന്റെ നാട്ടുകാർക്ക് അറിയാം എന്റെ സ്വഭാവം. കോടതി ശിക്ഷിക്കാതിരിക്കട്ടെ, നമുക്ക് സഹിക്കാൻ പറ്റുമോ? അത് പറ്റൂല. എന്റെ മോനെ എനിക്ക് വേല ചെയ്ത് തരാൻ എനിക്ക് ആരുമില്ല. എന്റെ പിന്നെ ആ മോനാണെങ്കിൽ രോഗിയാണ് സാറേ, സുഖമില്ലാത്ത മോനാണ്. പിന്നെ യവനാണെങ്കിൽ എനിക്കൊന്നും തരൂല, അവൻ ദൂരെ പണിക്കൊക്കെയാണ് പോണത്. അപ്പൊ എനിക്ക് ഇറങ്ങി ജോലി ചെയ്യാനുള്ള പ്രാർത്ഥന എനിക്കില്ല. എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണോ? തയ്യാറാണ്. പക്ഷെ ഇവരെയൊക്കെ കാലം കഴിഞ്ഞിട്ട് എന്ത് വിഷയമാണ് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. അമ്മയുണ്ട്, ഇപ്പൊ അമ്മച്ചിയുണ്ട്, ഇപ്പൊ മക്കളുണ്ട്, എന്റെ ചെറുമകളുണ്ട്. ഇവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇങ്ങനെയുള്ള തെറ്റ് സംഭവിച്ചു പോയി, ഒരു അബദ്ധം പറ്റിപ്പോയി അല്ലേ? ഇപ്പൊ എന്താ പറയാനുള്ളത്?
എനിക്കതല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്റെ മനസ്സ് 100% ഉറപ്പാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്റെ 100% എന്റെ ഉറപ്പാണ്. ഞാൻ ചെയ്യുന്ന ഒരാളും അല്ല. ഇപ്പൊ പശ്ചാത്തപിക്കുന്ന വിഷമമുണ്ടല്ലേ? വിഷമമുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ തീരാത്ത വിഷമമുണ്ട്. ഉണ്ടോ മോനിപ്പോ ഇതിനു ശേഷം അതിനെ പറ്റി ആൾക്കാർ അയ്യോ ഭയങ്കര വിഷമമുണ്ട്. ഫോട്ടോ എന്തായിരിക്കുന്നു ഇവിടെയാണ് എന്റെ മോൻ കിടക്കണതായി പോണ്ട് ഫോട്ടോ ഇതായിരിക്കുന്നു ആ ഫോട്ടോത്തിൽ നോക്കി ഭയങ്കര കരച്ചിൽ. എന്റെ മോനും ഇത് മോനും എന്റെ ഭർത്താവുമാണ് കൊച്ചിലെടുത്തത്. എന്റെ മോന്റെ കൊച്ചിലെടുത്തത്. പിന്നെ വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ടിൽ ഫോട്ടോ വെച്ചിരിക്കുന്നു. ഞാൻ തുടങ്ങുന്ന ഇവിടെയാണ്. അച്ഛൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. എന്തായാലും നീതി കിട്ടും. രാജേഷ് നിഷ്കളങ്ക മനസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും അച്ഛന്റെ ആത്മാവ് ക്ഷമിച്ചു കാണും അല്ലേ? വിചാരിക്കുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മരിച്ചതിന്റെ അന്ന് തന്നെ ജയിലിൽ പോയിരുന്നു. മരിച്ചതിന്റെ അന്ന് തന്നെ മോന്റെ അടുത്ത് പോയിരുന്നു. മോൻ പറഞ്ഞായിരുന്നു. അത് രാത്രി ഞാൻ സെല്ലിൽ ഉറങ്ങി കിടന്ന സമയത്ത് അച്ഛൻ പ്യാശയും തോർത്തും മാത്രം. ആ പ്യാശ നല്ല ഓർമ്മയുണ്ട്. പച്ച ഒരു പൂക്കൾ വെച്ച പ്യാശ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ആ പ്യാശയും ഇതും വെച്ചോണ്ട് മിന്നായം പോലെ കരഞ്ഞു. അച്ഛൻ കരഞ്ഞു. അപ്പൊ ടപ്പ ഞാൻ ചാടി നയിക്കുകയും ചെയ്തു. കഴിക്കുന്നതൊക്കെ മിന്നായം പോലെ പോയി. ഞാൻ പറയുന്നത് അച്ഛന് മനസ്സിലാവും. അതെനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലാവും. എന്റെ ഞാൻ മനസ്സുകൊണ്ട് പറയുള്ളൂ. ഇങ്ങനെ എന്തായാലും ഞാൻ പറയാം, അച്ഛനെ സ്നേഹിക്കുന്ന മക്കളൊന്നും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. അയ്യോ കൈവത്തം ഒരു വാക്കുകൊണ്ടിലും പറയാൻ പാടില്ല. വില മനസ്സിലാകുന്നില്ലേ? അത് തന്നെ. അത് അല്ല, എല്ലാവർക്കും ഒരു അനുഭവം ആവട്ടെ അല്ലേ? കൈ അബദ്ധം എന്ന് പറഞ്ഞാൽ കൈ അബദ്ധം പാടില്ല. ഒരു എന്റെ സ്വദേശയ്ക്ക് വേണ്ടി ഞാൻ സ്വദേശം പറയാനില്ല. ഞാൻ എന്നെ വെട്ടിയുണ്ട്. ഞാൻ എല്ലാം പോലീസ് കൊടുത്ത് ഞാൻ ഇതിനെ കൊണ്ടുവന്ന സമയത്ത് എല്ലാം പറഞ്ഞു. ഞാൻ എന്റെ അച്ഛൻ ഞാൻ കൊന്നിട്ടില്ല. പിന്നെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, എന്റെ അച്ഛനെ ഞാൻ കാണാൻ വരാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ എന്റെ 2 അനിയന്മാരുണ്ട്. അവരെന്തൊരു പ്രകടിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ.